ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്ദ്യ തിരുമേനിമാർ, ബഹുമാനപ്പെട്ട വൈദികർ, ബഹുമാനപ്പെട്ട ഡീക്കൻസ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാർ, സഹോദരങ്ങളെ, കുഞ്ഞനുജന്മാർ, അനുജത്തിമാരെ, മക്കളെ, ഒരു ചെറിയ ഷോർട്ട് വീഡിയോ പെട്ടെന്ന് ചെയ്യാൻ മനസ്സിൽ തോന്നി, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ശ്രേഷ്ഠ ബാബ കഴിഞ്ഞ മാസം കാലം ചെയ്ത യാക്കോബ സഭയുടെ ശ്രേഷ്ഠ ബാബ തോമസ് പ്രഥമൻ ബാബയെപ്പറ്റി രണ്ട് വാക്ക്. ഒരു കത്തോലിക്കനായ ഞാൻ അദ്ദേഹത്തെപ്പറ്റി പറയാനാണെങ്കിൽ നിങ്ങളെന്തോ ഓർക്കുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന് മുമ്പിൽ ജാതി മത ഭേദം ഒന്നുമില്ല, എല്ലാവരും ഈക്വലായിരുന്നു. അഭിവന്ദ്യ തിരുമനസ് മെത്രാപ്പൊലീത്തയായ ദിവന്നാസ്യോസ് എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന സമയത്ത്, തോമസ് മാർ ദിവന്നാസ്യോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കാലം മുതൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒത്തിരി കുർബാനകൾ പങ്കെടുക്കാനും അദ്ദേഹത്തിൻ്റെ തൃക്കരങ്ങൾ മൊത്താൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 2012 അദ്ദേഹത്തെ ശ്രേഷ്ഠ കാതോലിക്കയായി ഇലക്ട് ചെയ്യുകയും അദ്ദേഹത്തെ വാഴിക്കുകയും ചെയ്തതിന് ശേഷം മുളന്തുരുത്തി മാർത്തോമ പള്ളി, എൻ്റെ മമ്മിയുടെ ഇടവ പള്ളിയും കൂടിയാണ്. ശരിക്കും പെരുമ്പള്ളി പള്ളിയാണ് മമ്മിയുടെ പള്ളി. മുളന്തുരുത്തിയിലാണ് അവരുടെ വീട്. മുളന്തുരുത്തി പള്ളിയിലും പെരുമ്പള്ളി പള്ളിയിലൊക്കെ അദ്ദേഹത്തെ വെച്ച് കാണാൻ ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലങ്ങൾ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. വെറും 4ാം ക്ലാസ് എഡ്യൂക്കേഷനുള്ള അദ്ദേഹത്തിന്. ഈ മഞ്ചിലൊക്കെ തള്ളിക്കൊണ്ട് നടക്കുമായിരുന്നു. വെറും പാവപ്പെട്ട വീട്ടിലായിരുന്നു. ഒരു ട്രങ്ക് പെട്ടിയുമായി, എന്ന് വെച്ചാൽ പഴയ കാലത്ത് ഒരു സിസ് പെട്ടിയുണ്ട്, ഒരു ഇരുമ്പ് പോലത്തെ, അതുമായി ഇറങ്ങി അദ്ദേഹം സെമിനാരിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയില്ല. വെറും 4ാം ക്ലാസ്സുകാരാണ് അദ്ദേഹം. സെമിനാരി ക്ലാസ്സിൻ്റെ ഏറ്റവും പുറകിലിരുന്നു. 120 ദിവസം കൊണ്ട് അദ്ദേഹം വൈദികനായെന്നാണ് ഞാൻ വായിച്ചു കേട്ടിരുന്നത്, പറഞ്ഞു കേട്ടിരുന്നത്. ഫാദർ തോമസ് അദ്ദേഹം അതിനുശേഷം ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യും. അദ്ദേഹത്തിന് കൂട്ടായിട്ട് കാലം ചെയ്ത പെരുമ്പള്ളി തിരുമേനി ഡോക്ടർ ഗീവർഗീസ് മോർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത തിരുമനസ് പാമ്പാടിയിൽ നിന്ന് പെരുമ്പള്ളി എന്ന പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ മിഷൻ സ്റ്റാർട്ടാവുകയും അദ്ദേഹം അവിടെ തന്നെ ഒരു പള്ളി പണിതു. അവിടെ പെരുമ്പള്ളീനെ വളർത്തി ഇന്നിത ലോകത്തിന് നിറകയിലെത്തിച്ചിരിക്കുന്നു. പെരുമ്പള്ളി സിംഹാസന പള്ളിയാക്കി മാറ്റി, സെൻറ്റ് ജോർജ് പള്ളി. എപ്പോൾ പോയാലും പരമാവധി ഞാൻ പെരുമ്പള്ളി പള്ളിയിലും മുളന്തുരുത്തി പള്ളിയിലും പരമാവധി ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട്, കയറി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മമ്മി വീട്ടുകാർ യാക്കോബക്കാരാണെന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു. അഭിവന്ദ്യ തിരുമേനിമാർ രണ്ടുപേരും ചേർന്ന് അന്ന് 3 or 4 മെത്രാപ്പൊലീത്തമാരെ ഉണ്ടാകുന്നുള്ളൂ. വളരെ റയറായിട്ട് ആൾക്കാരിൽ നിന്ന് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ മേൽപ്പെട്ട സ്ഥാനം തിരഞ്ഞെടുക്കുകയും മാർ ദിവന്നാസ്യോസ് തോമസ് എന്ന പേരിൽ അദ്ദേഹത്തെ വാഴിക്കുകയും ചെയ്തു. അദ്ദേഹം തിരിച്ചു വന്നു. പെരുമ്പള്ളി തിരുമേനിയും ഇദ്ദേഹം ഒരുമിച്ചാണ് 77-78 കാലത്താണ് അവർ മെത്രാപ്പൊലീത്തയായി സ്ഥാനമേറ്റ് നാട്ടിൽ വന്നത്. ഇതിനുശേഷം സഭയിലൂടെ കടന്നുപോയി ഒത്തിരി ക്രൈസിസ്, ഒത്തിരി ബുദ്ധിമുട്ടുകൾ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്നെയും ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പല പ്രാർത്ഥനകളിലും വീഡിയോയിലൂടെയാണെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ പള്ളിയിലുള്ള വിശുദ്ധ കുർബാന വാഴ്ത്തുന്ന സമയത്ത് അദ്ദേഹം പൊട്ടിക്കരയുന്നതായിട്ട് ഞാൻ പെരുമ്പള്ളി പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത്, തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഞാൻ ആ കുർബാനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിൽ പങ്കെടുത്തു. തിരുമേനി പൊട്ടിക്കരയുന്നതായിട്ട് ഞാനും അവിടെയുള്ള വിശ്വാസികൾക്ക് കണ്ടതായിട്ട് ഓർക്കുന്നു. പരിശുദ്ധ സഭയുടെ ഏറ്റവും വലിയ ക്രൈസിസ് കാലത്ത് അദ്ദേഹം ശ്രേഷ്ഠനായി, എന്ന് വെച്ചാൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ യാക്കോബ സഭയുടെ ശ്രേഷ്ഠനായി മാറി. എല്ലാ ജാതി മത ഭേദമന്യേ അദ്ദേഹത്തെ എല്ലാവരും സ്നേഹിച്ചു, അദ്ദേഹവും എല്ലാവരും സ്നേഹിച്ചു. തൻ്റെ അവസാന നാളുകളിൽ പോലും ബഡനായിരിക്കുന്ന സമയത്തും, ബഡൻ എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം ആ സമയത്ത് പോലും തൻ്റെ മക്കളെ കാണാൻ വേണ്ടി അദ്ദേഹം പല പള്ളികളിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. അവസാന സമയങ്ങളിൽ പോലും ആ കിടന്ന കിടപ്പിൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് നമുക്കറിയാൻ പറ്റും. അത്രയും ശ്രേഷ്ഠനായൊരു കാതോലിക്കയുടെ കാലത്ത് ജീവിച്ചിരുന്നതിൽ ദൈവത്തിന് നമ്മൾ മഹത്വപ്പെടുത്തണം. ഒത്തിരി ക്രൈസിസിലൂടെ കടന്നു പോയപ്പോൾ ഇന്ന് സഭ ഇത്രയും എത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. മറ്റുള്ളവരുണ്ട്, പ്രത്യേകിച്ച് പരിമല തിരുമേനി, അങ്ങനെയുള്ള ലെജൻസിൻ്റെയൊക്കെ പ്രാർത്ഥനകളും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളും നമുക്ക് കോട്ടയാണ്.
2 വട്ടം 3 വട്ടം നമ്മുടെ 2-3 വട്ടം നമ്മുടെ പാത്രികീസ് ബാബ കേരളത്തിൽ എഴുന്നള്ളി വന്നപ്പോൾ 2 വട്ടം കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. കാലം ചെയ്ത ഇഗ്നാത്യോസ് സാക്ക പ്രഥമനെയും ഇപ്പോഴത്തെ പാത്രികീസ് ബാബായും ദൈവകൃപയാൽ എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായി. അതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ച ശ്രേഷ്ഠ ബാവയായിരുന്നു. ശ്രേഷ്ഠ ബാവയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ശുഭഹവൽഹ റൂഹോ കാദീശോ മീനാലം ബാദാല അമ്മേ അമ്മേ അമ്മേ. മേ ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്ഡ് ഡേ. താങ്ക് യു.